ബികോം തേർഡ് സെമസ്റ്ററിലെ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. സോ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് മൊഡ്യൂൾ ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ ഓൺട്രപ്രണർ എന്ന ഒരു ടോപ്പിക്കും സെക്കൻഡ് പാർട്ടായിട്ട് ഓൺട്രപ്രണർഷിപ്പ് എന്ന ടോപ്പിക്കുമാണ്. ഇതിൽ ഈ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി ഷെയർ ചെയ്ത് കഴിഞ്ഞു, നിങ്ങളത് നന്നായിട്ട് നോക്കുക. അപ്പോൾ ഓൺട്രപ്രണർ എന്ന ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും അതിനകത്ത് മനസ്സിലാവും. സോ ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഓൺട്രപ്രണർഷിപ്പാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് ടോപ്പിക്കാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഓൺട്രപ്രണർഷിപ്പ്, ആ ഒരു ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. സിമ്പിൾ മീനിങ് ആണ്. പരീക്ഷയ്ക്ക് ഒരു മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നിസ്സാരമേ ഉള്ളൂ. ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഓൺട്രപ്രണേഴ്സ് ചെയ്യുന്ന ആക്ടിവിറ്റീസാണ്. ആസ് ആൻ ഓൺട്രപ്രണർ പുള്ളിക്കാരൻ ഒരു ബിസിനസ്സിന് വേണ്ടി എന്തൊക്കെയാണോ ചെയ്യുന്നത് ആ ആക്ടിവിറ്റീസിനെയാണ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇതൊന്ന് വായിച്ചു നോക്കിയേ. ഓൺട്രപ്രണർഷിപ്പ് ഈസ് എ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് performed by an entrepreneur to establish, develop and carry on his business. ഒരിക്കൽ കൂടെ പറയുന്നു, ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്ത് അത് മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി ഒരു ഓൺട്രപ്രണർ എന്തെല്ലാം ആക്ടിവിറ്റീസാണോ ചെയ്യുന്നത് ആ ആക്ടിവിറ്റീസിൻ്റെ എല്ലാം കളക്റ്റീവ് നെയിമാണ് ഓൺട്രപ്രണർഷിപ്പ്. അപ്പോൾ ഓൺട്രപ്രണർ എന്ന് പറയുന്നയാൾ ഒരു ബിസിനസ് തുടങ്ങി അത് ഡെവലപ്പ് ചെയ്ത് അതിങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി എന്തെല്ലാം ആക്ടിവിറ്റീസാണോ, എന്തെല്ലാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 100 1000 ആക്ടിവിറ്റീസ് കാണും, ആ ആക്ടിവിറ്റീസിൻ്റെ എല്ലാം ഒരു സമ്മപ്പാണ് ഓൺട്രപ്രണർഷിപ്പ്. അപ്പോൾ ഓൺട്രപ്രണർഷിപ്പാണ് ശരിക്കും പറഞ്ഞാൽ ഓൺട്രപ്രണറുടെ ജോലി. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഓൺട്രപ്രണർ എന്ന് പറയുന്ന ആളുടെ ശരിക്കുള്ള ജോലിയാണ് ഓൺട്രപ്രണർഷിപ്പ്. ലാസ്റ്റ് ലൈനും കൂടെ വളരെ പ്രധാനമായിട്ട് നോക്കിയേ. Entrepreneurship is the process of designing, launching and running a new business. ഒരു ബിസിനസ്സിനെ പറ്റി ചിന്തിച്ച് അത് ഡിസൈൻ ചെയ്തെടുക്കുക, ആ ബിസിനസ് ലോഞ്ച് ചെയ്യുക, അത് വളരെ മനോഹരമായിട്ട് മുന്നോട്ട് നടത്തിക്കൊണ്ട് പോവുക. ഈ പറയുന്നതിനിടയിൽ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസുമാണ് ഓൺട്രപ്രണർഷിപ്പ്. ഇപ്പോൾ പരീക്ഷയ്ക്ക് ഒരു മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതിയാൽ മതി, ഓൺട്രപ്രണർഷിപ്പ് ഈസ് എ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് പെർഫോംഡ് ബൈ ആൻ ഓൺട്രപ്രണർ ടു ഡിസൈൻ, ലോഞ്ച് ആൻഡ് റണ്ണിങ് എ ന്യൂ ബിസിനസ്. അതായാലും മതി, അത്ര എഴുതിയാലും മതി. അപ്പോൾ അതാണ് ഓൺട്രപ്രണർഷിപ്പ്. നെക്സ്റ്റ് ടോപ്പിക്ക് ശ്രദ്ധിച്ച് കേട്ടോണം. നമ്മൾ ഓൾറെഡി പഠിപ്പിച്ച് കഴിഞ്ഞത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഓൺട്രപ്രണർ ആണ്. ആ വ്യക്തിയുടെ, ഒരു ബിസിനസ്സുകാരൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത്. ഇവിടുത്തെ ടോപ്പിക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ്. നോക്കൂ, ഒരു ബിസിനസ്സുകാരൻ ഒരു ബിസിനസ് തുടങ്ങി മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകുന്നതിനിടയിലുള്ള ആക്ടിവിറ്റീസ് ആണല്ലോ ഓൺട്രപ്രണർഷിപ്പ്. അപ്പോൾ ആ ആക്ടിവിറ്റീസിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, എന്തൊക്കെ കാര്യങ്ങളാണ് ആ ആക്ടിവിറ്റീസിൽ പ്രധാനമായിട്ടും വരുന്നത്, അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ് എന്ന പേരിൽ വിളിക്കുന്ന ബിസിനസ്സുകാരൻ ചെയ്യുന്ന കുറേ പ്രവൃത്തികളില്ലേടോ, ആ പ്രവൃത്തികൾക്കെല്ലാം ഉള്ളൊരു പൊതു സ്വഭാവം, എങ്ങനത്തെ പ്രവൃത്തികളാണ് അയാൾ ചെയ്യുന്നത്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡൈനാമിക് പ്രോസസ്സ്. ഡൈനാമിക് എന്ന് ഉദ്ദേശിക്കുന്നത് 1 2 കാര്യങ്ങളല്ല, 1000 കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ വളരെ ബെറ്റർ വേയിൽ ചെയ്യുന്നതിനാണ് ഡൈനാമിക് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളെ മനുഷ്യരൊക്കെ പറയണം ഭയങ്കര ഡൈനാമിക്, അതായത് ഒരുപാട് കാര്യങ്ങൾ വളരെ ആക്റ്റീവായിട്ട് നല്ല സ്പീഡിൽ നല്ല എന്തൂസിയാസ് നല്ല ചുറുചുറുക്കോടെ ചെയ്യുന്നതിനെയാണ്. അപ്പോൾ അതൊരു ഡൈനാമിക് ഫങ്ഷനാണ്. 1 2 ആക്ടിവിറ്റീസ് അല്ല. ബിസിനസ് ലോഞ്ച് ചെയ്യണം, എസ്റ്റാബ്ലിഷ് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം, റൺ ചെയ്യണം, ഈ കാര്യങ്ങൾക്കിടയിൽ 100,000 ആക്ടിവിറ്റീസ് ഉണ്ട്. അത്തരത്തിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് എന്ന് കാണിക്കാനാണ് ഇതിനെ ഒരു ഡൈനാമിക് പ്രോസസ്സാണെന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ സിംഗിൾ ഫങ്ഷൻ. ഓൺട്രപ്രണർഷിപ്പ് ഇസ് നോട്ട് എ സിംഗിൾ ആക്ടിവിറ്റി, ഇറ്റ് ഈസ് എ കളക്റ്റീവ് ആക്ടിവിറ്റി. അതാണ് ഈ ഡൈനാമിക് എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, ഇതൊരു ഇന്നവേറ്റീവ് ആക്ടിവിറ്റി ആയിരിക്കണം. നമ്മൾ ഈ പറയുന്നത് ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോവുക, ചെയ്യുക എന്ന് പറയുന്നത് അത്ര ലാഘവത്തോടെ പറഞ്ഞാൽ പറ്റില്ല. ഇറ്റ് മസ്റ്റ് ബി ആൻ ഇന്നവേറ്റീവ് ആക്ടിവിറ്റി. അപ്പോൾ ഇന്നവേഷൻ അവിടെ നിർബന്ധമായിട്ടും വരണം. അപ്പോൾ ഓൺട്രപ്രണർഷിപ്പ് എന്ന പേരിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ പ്രധാനമായിട്ടും ഉണ്ടാകേണ്ട ഒരു ഫീച്ചറാണ് ഇന്നൊവേഷൻ. നിർബന്ധമായിട്ടും അതൊരു റിസ്ക് ടേക്കിംഗ് ആക്ടിവിറ്റീസ് ആയിരിക്കണം. നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിലെല്ലാം റിസ്ക് കാണും. ഒരു ബിസിനസ് തുടങ്ങാനും ഡെവലപ്പ് ചെയ്യാനും റൺ ചെയ്യുമ്പോഴും ഇഷ്ടം പോലെ റിസ്ക് കാണും. റിസ്ക് ഓഫ് ഫെയിലിയർ കാണും, റിസ്ക് ഓഫ് ലോസ് കാണും. നിർബന്ധമായിട്ടും നഷ്ടം വരാനും പരാജയപ്പെടാനുമുള്ള സാധ്യതയുണ്ട്. സോ ഇറ്റ് മസ്റ്റ് ബി എ റിസ്ക് ടേക്കിംഗ് ആക്ടിവിറ്റി. ഓൺട്രപ്രണർഷിപ്പ് എന്ന് വിളിക്കുന്ന ആക്ടിവിറ്റീസിലെല്ലാം റിസ്ക് ഒളിഞ്ഞിരിപ്പുണ്ട്. സോ അത് നിർബന്ധമായി നമുക്ക് എന്തെന്ന് വിളിക്കാം? റിസ്ക് ടേക്കിംഗ് ആക്ടിവിറ്റിയാണ്. ഇറ്റ് മസ്റ്റ് ബി എ ഡിസിഷൻ മേക്കിംഗ് ആക്ടിവിറ്റി. ഒരു ബിസിനസ്സുകാരൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് റൈറ്റ് ഡിസിഷൻ അറ്റ് ദ റൈറ്റ് ടൈമാണ്. കൃത്യസമയത്ത് കൃത്യ തീരുമാനമെടുത്താൽ
ഉറപ്പായിട്ടും വിജയിക്കാം. അപ്പോൾ ഈ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന ആക്ടിവിറ്റീസ് എല്ലാം തന്നെയും ഡിസിഷൻ മേക്കിംഗ് ആണ്. പ്രധാനമായിട്ടും തീരുമാനമെടുക്കലാണ്. ബിസിനസ്സിന് നാളെ എന്ത് ചെയ്യാം, ആരെ അപ്പോയിൻറ്റ് ചെയ്യാം, എവിടുന്ന് റോ മെറ്റീരിയൽ വാങ്ങാം, ഏത് പ്രൊഡക്ഷൻ മെത്തേഡ് ഉപയോഗിക്കാം, ഏത് മാർക്കറ്റിൽ വിൽക്കാം, ഏത് മീഡിയയിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാം, ആരെ കൊണ്ട് പരസ്യം ചെയ്യിക്കാം, ഇങ്ങനെ 100,000 തീരുമാനങ്ങളാണ്. ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ കുറേ തീരുമാനങ്ങളാടോ. മനസ്സിലാവുന്നില്ലേ? എവിടുന്ന് റോ മെറ്റീരിയൽ മേടിക്കാം, എത്ര രൂപയ്ക്ക് മേടിക്കാം, അത് ഏത് വണ്ടിയിൽ കൊണ്ടുവരാം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം, എത്ര എംപ്ലോയീസ് വേണം, എത്ര ക്യാപിറ്റൽ പ്രൊഡ്യൂസ് ചെയ്യണം, ആർക്കൊക്കെ കടം കൊടുക്കണം, എത്ര രൂപയ്ക്ക് കടം കൊടുക്കണം, എത്ര നാളത്തേക്ക് കടം കൊടുക്കണം, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ്. എല്ലാം ഡിസിഷൻസ് അല്ലേ? അപ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് തന്നെ കുറേ തീരുമാനങ്ങളാണ്. സോ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഡൈനാമിക് പ്രോസസ്സാണ്. അതിനകത്ത് ഇന്നവേഷൻ നിർബന്ധമായിട്ടുണ്ടാവും. അത് നിർബന്ധമായിട്ടും റിസ്ക് ടേക്കിംഗ് ആക്ടിവിറ്റിയാണ്. കൂടാതെ ഡിസിഷൻ മേക്കിംഗ് ആണ്. ഓർഗനൈസേഷൻ ബിൽഡിംഗ് ഫങ്ഷൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ കമ്പൈൻ ചെയ്യുന്ന ആക്ടിവിറ്റി അല്ലേ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഓർഗനൈസ്, അതായത് ലാൻഡ്, ലേബർ ക്യാപിറ്റൽ അല്ലെങ്കിൽ മെൻ, മണി, മെറ്റീരിയൽ, മെഷീനറി തുടങ്ങിയ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ ഇങ്ങനെ കമ്പൈൻ ചെയ്ത് ഒരൊറ്റ ആക്ടിവിറ്റി ആക്കുക, ഒരൊറ്റ ഓർഗനൈസേഷനിലോട്ട് കൊണ്ടുവരിക. അതിനെയാണ് ഓർഗനൈസേഷൻ ബിൽഡിംഗ് ഫംഗ്ഷൻ. അപ്പോൾ ഓൺട്രപ്രണറെ നമുക്കൊരു ഓർഗനൈസേഷൻ ബിൽഡർ എന്നും വിളിക്കാം. എക്കണോമിക് ആക്ടിവിറ്റിയാണ്. അത് പിന്നെ പതുക്കെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇതിനെല്ലാത്തിനും പിന്നിൽ പണമല്ലേ ഉദ്ദേശം. പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണല്ലോ. അപ്പോൾ അവിടെ എല്ലാത്തിലും ഒളിഞ്ഞിരിക്കുന്നത് പണമാണ്. അപ്പോൾ ഒരു എക്കണോമിക് ഫംഗ്ഷൻ, സാമ്പത്തികപരമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ആ 7ാമത്തെ പോയിൻ്റ് ഒന്ന് സൂക്ഷിച്ചോണേ, നല്ലൊരു പോയിൻ്റാണ്. ഇതൊരു ഗ്യാപ്പ് ഫില്ലിംഗ് ഫംഗ്ഷനാണ്. ചേട്ടാ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഓൺട്രപ്രണർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഗ്യാപ്പ് ഫില്ലിംഗ്. ആരും തമ്മിലുള്ള ഗ്യാപ്പ്, ഹ്യൂമൻ നീഡ്സും ഹ്യൂമൻ നീഡ്സും പ്രോഡക്റ്റ് ആൻഡ് സർവീസും തമ്മിലുള്ള ഗ്യാപ്പാണ് നികത്തി കൊടുക്കുന്നത്. ഒരു പക്ഷേ ഇപ്പോഴും മനസ്സിലായി കാണില്ല, മനസ്സിലാക്കി തരാം. നമ്മുടെ എല്ലാവരുടെയും വീടിൻ്റെ തൊട്ടടുത്തായിട്ടൊരു കടയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു പേന വാങ്ങാൻ പറ്റും. വീട്ടിൽ നിന്ന് നടന്നു പോകാവുന്ന ദൂരത്തിൽ മിക്കവാറും നമുക്കെല്ലാവർക്കും ഒരു പെൻ അവൈലബിൾ ആയിരിക്കും. ഒരു കാര്യം മനസ്സിലാക്കുക, എനിക്ക് പേനയുടെ ഒരു ആവശ്യമുള്ളപ്പോൾ, എനിക്ക് പേനയാണ് എൻ്റെ ആവശ്യം. ആ ആവശ്യം ഒരു കച്ചവടക്കാരൻ എൻ്റെ വീട്ടിനടുത്ത് കച്ചവടം തുടങ്ങി അവിടെ പേന എടുത്ത് വെച്ചത് കൊണ്ടല്ലേ പെട്ടെന്ന് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ ഞാൻ പേന നിർമ്മിക്കുന്ന കൊച്ചിയിലെയോ കോഴിക്കോട്ടെ ഫാക്ടറിയിൽ പോയി പേന വാങ്ങുന്നത് പോസിബിളാണോ? ഒന്ന് ആലോചിച്ച് നോക്ക്. പേന എന്ന് പറയുന്നത് കൊച്ചിയിലേ അവൈലബിൾ ആയിട്ടുള്ളൂ. നമ്മുടെ കേരളത്തിൽ പേന കിട്ടുന്ന ഒരേ ഒരു സ്ഥലം കൊച്ചിയാണെന്ന് വിചാരിക്കുക. ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, നമ്മൾ ഓരോ പേന എഴുതി തീർന്നിട്ടും അടുത്ത വണ്ടി പിടിച്ച് കൊച്ചി പോകണം. 5 രൂപയുടെ പേന മേടിക്കാൻ 500 രൂപ വണ്ടിക്കൂലിയും കൊടുത്ത് പോകണം. അത് ഒഴിവാക്കാനായിട്ടല്ലേ കൊച്ചിയിൽ നിന്ന് കൊല്ലത്തെത്തിച്ച്, കൊല്ലത്ത് തിരുവനന്തപുരത്ത് എത്തിച്ച് നമ്മുടെ വീടിൻ്റെ പടിക്കലൊരു കട, അവിടെ ഒരു പേന. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആവശ്യം ഒരു പേനയാണ്. ആ ആവശ്യവും ആ പ്രോഡക്റ്റും തമ്മിലുള്ള ഗ്യാപ്പ് അവർ ഫില്ല് ചെയ്ത് തരികയല്ലേ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പം നിങ്ങൾ പറയും എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, വീടിൻ്റെ തൊട്ടടുത്ത് പേന ഇല്ലെങ്കിലോ കുറച്ചുകൂടി ദൂരോട്ട് പോവേണ്ടി വരും. അവിടെയും ഇല്ലെങ്കിലോ ജില്ല വിട്ടു പോവേണ്ടി വരും. കേരളത്തിലെ പേന ഇല്ലെങ്കിലോ, പേനയുള്ള ഒരേ ഒരു സ്ഥലം ബാംഗ്ലൂരാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ത്യയിൽ പേന കിട്ടുന്ന ഒരേ ഒരു സ്ഥലം ബാംഗ്ലൂരാണെങ്കിൽ നമ്മൾ 5 രൂപയുടെ ലെക്സി പേന വാങ്ങാനായിട്ട് ട്രെയിൻ കയറി ബാംഗ്ലൂർ പോവേണ്ടി വരും. ആ ഒരു ഗ്യാപ്പല്ലേ ഈ കച്ചവടക്കാർ ഒഴിവാക്കി തരുന്നത്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു കട തുടങ്ങുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് അവിടെ എത്തി മീൻസ് ആ ഗ്യാപ്പ് കുറഞ്ഞു. ഹ്യൂമൻ വാണ്ട്സും പ്രോഡക്റ്റിൻ്റെ അവൈലബിലിറ്റിയും തമ്മിലുള്ള ഗ്യാപ്പാണ് ശരിക്കും ഓൺട്രപ്രണർഷിപ്പ്. ആ ഗ്യാപ്പ് അവർ കുറയ്ക്കും. ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുമ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ എനിക്കൊരു നാരങ്ങ വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു ജ്യൂസ് കുടിക്കണം. നമ്മൾ വഴിയിൽ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് നമ്മുടെ കടയിൽ സമീപത്തെ പ്രദേശത്തോ ജംഗ്ഷനിലോ അങ്ങനൊരു ഫെസിലിറ്റി ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് പെട്ടെന്ന് വെള്ളം കുടിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ഇനി 60 കിലോമീറ്റർ ദൂരെ പോകണമെന്നാണെങ്കിൽ നമ്മൾ ഒരുപാട് ആ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ട്. ആ ഗ്യാപ്പ് കുറച്ച് തരുന്നത് കച്ചവടക്കാരാണ്. വീടിനടുത്തും ജംഗ്ഷനിലും അവിടെ ഇവിടെ എല്ലാം കട തുടങ്ങുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് നമ്മൾ അടുത്തോട്ട് എത്തിക്കും. അതാണ് ഗ്യാപ്പ് ഫില്ലിംഗ് ഫംഗ്ഷൻ. നെക്സ്റ്റ്, എ ഫംഗ്ഷൻ ഓഫ് ഹൈ അച്ചീവ്മെൻറ്റ്. ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ച് അയാൾ ചെയ്യുന്ന ജോലികളെല്ലാം തന്നെയും വലിയ വലിയ നേട്ടങ്ങളാണ് മനസ്സിൽ. പുള്ളിയുടെ ലക്ഷ്യങ്ങൾ എപ്പോഴും കോടികളാണ്. നിങ്ങൾ ആലോചിച്ച്, ഒരു തട്ടുകട, ഒരു പെട്ടിക്കട നടത്തുന്ന ആളുടെ ഉദ്ദേശം അടുത്ത മുകേഷ് അംബാനി ആവണമെന്നാണ്. അവരെല്ലാവരും അങ്ങനെ തുടങ്ങിയത്. തട്ടുകട നടത്തി എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരുടെയും തുടക്കം അങ്ങനെയൊക്കെയാണ്. ഒരു ബിസിനസ്, അതൊരു ചെറിയൊരു പെട്ടിക്കടയായാലും മതി. അവർക്കെല്ലാം സ്വപ്നം കാണുന്നത് നാളെ ഒരു വലിയ 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 ഷോപ്പിംഗ് മാൾ തുടങ്ങണമെന്നായിരിക്കാം. പക്ഷേ ഒരു ജോലിയിൽ നിന്നുകൊണ്ട് നമുക്ക് സ്വപ്നം കാണുന്നതിൻ്റെ പരിധിയുണ്ട്. ഒരു ജോലിയിൽ നിന്നാൽ പ്രൊമോഷൻ കിട്ടി അതിൻ്റെ അങ്ങേറ്റം എത്തുള്ളൂ. നമുക്കറിയാമല്ലോ മാക്സിമം എത്രയാണെന്ന്. ബിസിനസ്സിന് പരിധിയില്ല കേട്ടോ. ബിസിനസ്സുകാരനായാൽ നിങ്ങൾക്ക് എത്ര കോടി രൂപ വേണമെങ്കിലും സമ്പാദിക്കാം. പക്ഷേ ജോലിക്കാരനായിട്ട് നിന്നുകൊണ്ട് അങ്ങനെ പറ്റത്തില്ലല്ലോ. സാലറിക്ക് ലിമിറ്റ് ഇല്ലേ. സോ ഹൈ അച്ചീവ്മെൻറ്റ് ആക്ടിവിറ്റിയാണ്.
നമ്മൾ ആ ചെയ്യുന്ന ബിസിനസ്സിലെ എല്ലാ ആക്ടിവിറ്റിയുടെയും സ്വപ്നം, ആ ബിസിനസ്സുകാരൻ്റെ അവസാന ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനാവുക. എല്ലാവരുടെയും ആഗ്രഹം അതാണ്. പക്ഷേ അത് ബിസിനസ്സുകാർക്ക് മാത്രമേ ആഗ്രഹം പറ്റൂ. കാര്യം ഒരു ജോലിക്കാരനായ അതിനകത്ത് സാലറി ഫിക്സ്ഡ് അല്ലേ, മാക്സിമം ഇത്ര സാലറി കിട്ടൂ. ഓക്കെ, അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ച് ഹൈ അച്ചീവ്മെൻറ്റ് ആക്ടിവിറ്റിയാണ്. ആക്സെപ്റ്റിംഗ് ചലഞ്ചസ്, ഒരുപാട് പ്രതിസന്ധികളുണ്ടാവും. ആ ചലഞ്ചസിനെ എല്ലാം ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റണം. ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു കോവിഡ് എന്നത് നമ്മളെ സംബന്ധിച്ച് കുറേ ബിസിനസ്സിൻ്റെ ചലഞ്ചായിരുന്നു. കോവിഡ് ഒരു ചലഞ്ചാണ്. പക്ഷേ ആ കോവിഡ് ടൈമിൽ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം, ആ ചലഞ്ചിനെ എങ്ങനെ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാം എന്ന് ചിന്തിച്ചവർക്കാണ് വിജയം. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് കോവിഡാണ്, എനിക്കൊന്നും ചെയ്യാനില്ല, അയ്യോ എൻ്റെ എല്ലാം പോയി, എല്ലാം നഷ്ടപ്പെട്ടേ എന്നും പറഞ്ഞ് ഇരുന്നാൽ അവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ, അവിടെ ഇരിക്കാനേ പറ്റും. ആ കോവിഡ് എന്ന രോഗത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ ചലഞ്ച് ഏറ്റെടുത്ത് നമുക്ക് എങ്ങനെ അതിനെ ഒരു അവസരമാക്കി മാറ്റാം, അങ്ങനെ ചിന്തിക്കണം. അതായത് ചലഞ്ചസിനെ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റുന്ന ചിന്തകളും ആക്ടിവിറ്റികളുമാണ് ഈ ഓൺട്രപ്രണർഷിപ്പ്. സ്കിൽഫുൾ മാനേജ്മെൻറ്റ്. നമ്മൾ ഈ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം തന്നെ നല്ല പ്രോപ്പറായിട്ടൊരു സ്കിൽഫുൾ മാനേജ്മെൻറ്റ് നിർബന്ധമായിട്ടും വേണം. അപ്പോൾ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക് പ്രോസസ്സാണ്, ഇന്നവേറ്റീവ് ആക്ടിവിറ്റിയാണ്, റിസ്ക് ടേക്കിംഗ് ആക്ടിവിറ്റിയാണ്, ഡിസിഷൻ മേക്കിംഗ് ആക്ടിവിറ്റിയാണ്, ഓർഗനൈസേഷൻ ബിൽഡിംഗ് ഫംഗ്ഷനാണ്. എല്ലാത്തിനും ഉപരി അതൊരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. പണം അവിടെ കളിക്കുന്നുണ്ട്. ദെൻ പ്രധാനപ്പെട്ട പോയിൻ്റാണ്, ഒരു ബിസിനസ്സുകാരൻ ചെയ്യുന്ന ആക്ടിവിറ്റി കൊണ്ടാണ് നമ്മൾ ഒരുപാട് ദൂരെ പോവാതെ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നത്. ഗ്യാപ്പ് ഫില്ലിംഗ് ആണ്. നമ്മുടെ ആവശ്യവും ആ പ്രോഡക്റ്റിൻ്റെ അവൈലബിലിറ്റിയും ഏറ്റവും അടുത്ത് കൊണ്ടുവരുന്ന ബിസിനസ്സുകാരനാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്തൊരു കടയുള്ളപ്പോൾ നമുക്ക് തൊട്ടങ്ങോട്ട് നടന്നു പോയാൽ പോരെ. അപ്പോൾ നമ്മുടെ ആവശ്യവും ആ പ്രോഡക്റ്റിൻ്റെ അവൈലബിലിറ്റിയും നമ്മളുടെ ഗ്യാപ്പ് ബിസിനസ്സുകാരാണ് കുറച്ച് തരുന്നത്. പിന്നെ ഹൈ അച്ചീവ്മെൻറ്റ്. ഏതൊരു ചെറിയ ബിസിനസ്സുകാരൻ്റെയും ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനാവുക. അങ്ങനെ ആഗ്രഹിച്ചാൽ മാത്രമേ അവിടെ എത്താൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഈ പറയുന്ന ആമസോൺ എന്ന് കേട്ടില്ലേ? ആമസോൺ നദിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ഓൺലൈൻ സൈറ്റ് ഉണ്ടല്ലോ ആമസോൺ. ഈ ആമസോൺ എന്ന് പറയുന്നത് അവർ തുടങ്ങിയത് വളരെ നിസ്സാരമായിട്ടൊരു ബെഡ്റൂം, ഒരു റൂമിനകത്ത് പുസ്തക കച്ചവടം നടത്താൻ വേണ്ടി തുടങ്ങിയൊരു സൈറ്റാണ്. ഇന്ന് ലോകം ഭരിക്കുന്ന ഓൺലൈൻ വെബ്സൈറ്റാണ് ആമസോൺ. അതിൽ CEO ജെഫ് ബെസോസ് എന്ന് പറയുന്ന ആളാണ് കുറേ കാലം മുമ്പ് വരെ വേൾഡ്സ് റിച്ചസ്റ്റ് മാൻ. അപ്പോൾ ആ ഒരു ആഗ്രഹമില്ലെങ്കിൽ അയാൾ അടുത്തത് നേടത്തില്ല. ഒരു റൂമിനകത്തുള്ള ഒരു കച്ചവടം മാക്സിമം ഒരു വീടിനകത്തേക്ക് മാറ്റിയാൽ മതി എന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കത്തതേ ഉള്ളൂ. ഈ പറയുന്ന ജെഫ് ബെസോസ് ആയാലും ബിൽഗേറ്റ്സ് ആയാലും മുകേഷ് അംബാനി ആയാലും ആരായാലും ഇന്നും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഹൈ അച്ചീവ്മെൻറ്റിന്. അപ്പോൾ ഒരു ബിസിനസ്സുകാരൻ്റെ ഓൺട്രപ്രണർഷിപ്പ് എന്ന ആക്ടിവിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് അത് ഹൈ അച്ചീവ്മെൻറ്റ് ആക്ടിവിറ്റിയാണ്. പിന്നെ ചലഞ്ചസ് നേരിടണം. ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ വരും, അതിനെല്ലാം നേരിടണം. ദെൻ നല്ല സ്കിൽഫുൾ മാനേജ്മെൻ്റ് ഒരു ആക്ടിവിറ്റിയാണ്. നല്ല സ്കിൽഫുള്ളായിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നു എന്ന ഒരു ആക്ടിവിറ്റി കൂടിയാണ് ഓൺട്രപ്രണർഷിപ്പ്. അപ്പോൾ ഇതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെങ്കിൽ കണ്ണും പൂട്ടി ഓൺട്രപ്രണറുടെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതി വെച്ച് കളയല്ലേ. ഇത് ഓൺട്രപ്രണർഷിപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ഇതിങ്ങനെ തന്നെ പഠിക്കണം. അടുത്തത് ഓൺട്രപ്രണർഷിപ്പ് ഒരു കരിയറായിട്ട് എടുത്താലുള്ള പ്രയോജനങ്ങൾ, ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഒന്നുമില്ലടോ, ജോലിക്ക് പോവാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ എംപ്ലോയ്മെൻറ്റ്, ജോബ് അല്ലെങ്കിൽ ബിസിനസ്. ഈ ജോലിക്ക് ഒരാളുടെ കീഴിൽ ഒരു കമ്പനിയിൽ ജോലിക്ക് പോകാതെ സ്വന്തമായിട്ട് ബിസിനസ് നടത്തിയാലുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഒരു കരിയറായിട്ട് ഓൺട്രപ്രണർഷിപ്പ്, ഞാനൊരു ബിസിനസ്സുകാരനാവാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ ഒരു ബിസിനസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു കരിയറായിട്ട് ഏറ്റെടുത്താൽ എന്തൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അങ്ങനെ ഏറ്റെടുക്കേണ്ടതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ്, നമുക്ക് മറ്റുള്ളവർക്ക് ജോലി കൊടുക്കാൻ പറ്റും. നമ്മൾ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യേണ്ട. ഞാനൊരു ബിസിനസ് ചെയ്യുമ്പോൾ ആ ബിസിനസ്സിനകത്തേക്ക് ആൾക്കാരെ ജോലിക്ക് വെക്കാം. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം ഈ ബിസിനസ്സുകാർക്ക് പരിഹരിക്കാൻ പറ്റും. സോ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നതാണ് എൻ്റെ കരിയറാണെന്ന് ഞാൻ ഏറ്റെടുത്താൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ എക്കോണമി ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്നുണ്ട്. കാര്യം നിങ്ങൾ 5, 10, 100, 500, 1000 പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ക്രിയേഷൻ സാധ്യമാകും. ഇൻഡിപെൻഡൻസ്, വേറൊരാളുടെയും അടിമയായിട്ട് നിൽക്കേണ്ട. എൻ്റെ ബിസിനസ് ഞാനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സോ ഞാൻ അവിടെ ഒറ്റയാൾ പോരാട്ടമാണ്. എൻ്റെ ബിസിനസ് അല്ലേ, ആരാണ് എന്നെ ഭരിക്കുന്നത്? പക്ഷേ ഞാനൊരു ജോലിക്കാരനായിട്ട് വേറെ വല്ല കമ്പനിയിലും ചെന്നാൽ എന്നെ ഭരിക്കാൻ 100 പേര് കാണും. സോ ബിസിനസ്സാണ് നിങ്ങളുടെ കരിയറായിട്ട് ഏറ്റെടുക്കുന്നതെങ്കിൽ നിങ്ങളവിടെ ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ആയിരിക്കും. ഓപ്പർച്യൂണിറ്റി ടു ക്രിയേറ്റ്സ് ഓൺസ് ഓൺ ഡെസ്റ്റിനി, എൻ്റെ വിധി ഞാനാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു സിനിമയിൽ ഡയലോഗുണ്ട്, അത് തന്നെ എവിടെയും പറയുന്നത്. ബിസിനസ്സുകാരനായ എൻ്റെ ഇഷ്ടം. ഞാനിന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് ഒരു മൂഡില്ല, അപ്പോൾ ഞാൻ എൻ്റെ എംപ്ലോയീസിനെ വിളിച്ച് പറയുവാണ് ഇന്ന് കട തുറക്കണ്ട, അല്ലെങ്കിൽ നമുക്കിന്ന് നാളെ തുറക്കാം. എൻ്റെ കാര്യങ്ങളെല്ലാം ഞാനല്ലേ അവിടെ തീരുമാനിക്കുന്നത്. ഞാൻ നെഗറ്റീവാണ് പറഞ്ഞത്. ഇപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ എൻ്റെ വളർച്ച മുഴുവനും എൻ്റെ സ്വന്തം പാഷനിലിരിക്കുവാണ്.
ഒരു ജോലിക്കാരനായിട്ട് ചെയ്താൽ ഞാൻ അവിടെ കിടന്ന് എത്ര കണക്കിന് ജോലി ചെയ്താലും എൻ്റെ ശമ്പളമല്ലേ എനിക്ക് കിട്ടൂ. പക്ഷേ ഇവിടെ ഞാൻ തന്നെയാണ് എൻ്റെ ബോസ്. എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്താൽ എനിക്ക് ഒരുപാട് പ്രോഫിറ്റ് കിട്ടും. എടോ, മാസം 1,00,000 രൂപ ശമ്പളമുള്ള ജോലിക്കാരനായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ചെന്നിട്ട് നിങ്ങൾ എത്ര രൂപയ്ക്ക് കിടന്ന ജോലി ചെയ്താലും മാസം 1,00,000 കിട്ടൂ. പിന്നല്ലേ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം ജോലിയും കൂടും. പക്ഷേ ബിസിനസ്സിൽ നിന്നുകൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്താൽ ഇന്നത്തെ വരുമാനം ആവില്ല നാളെ. അപ്പോൾ എൻ്റെ വിധി ഞാൻ തീരുമാനിക്കാതെ, മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ എത്ര ഉയരങ്ങളിലേക്ക് പോകണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ദെൻ ഓപ്പർച്യൂണിറ്റി ടു മേക്ക് എ ഡിഫറൻസ്. ഒരു ബിസിനസ്സുകാരനായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എൻ്റെ ഐഡിയകളെല്ലാം എനിക്ക് തന്നെ ക്യാഷ് ആക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഐഡിയ മറ്റൊരാൾക്ക് കൊണ്ടുപോയി വിൽക്കണമെന്നില്ല. ഓക്കെ, ഉദ്ദേശിക്കുന്നത് ഒരു സക്സസ്ഫുൾ ബിസിനസ്മാനെ സംബന്ധിച്ച് സമൂഹത്തിലൊരു ഡിഫറൻസ്. ഇപ്പോൾ നമ്മൾ തന്നെയും പെട്ടെന്ന് ഞാൻ നിങ്ങളോട് കുറേ ആൾക്കാരുടെ പേര് ചോദിച്ചാൽ ബിസിനസ്സുകാരുടെ പേര് പറയാൻ പറ്റും. കുറേ എംപ്ലോയീസിൻ്റെ പേര് പറയാം. നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ വില്ലേജ് ഓഫീസറേയും പഞ്ചായത്ത് ഓഫീസറേയും പറയുമെങ്കിലും രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന എംപ്ലോയീസിൻ്റെ പേര് വളരെ കുറവാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ പേര് പോലും എനിക്കറിയത്തില്ല. അതൊരു ഏറ്റവും വലിയൊരു പോസ്റ്റാണ്. നമുക്ക് ആകെ അറിയാവുന്ന റിസർവ് ബാങ്ക് ഗവർണറുടെ പേരറിയായിരിക്കും. അങ്ങനത്തെ ചെറിയ പേരേ അറിയൂ. പക്ഷേ 1000 ബിസിനസ്സുകാരുടെ പേരറിയാം. കാര്യം അത് സമൂഹത്തിലൊരു ഡിഫറൻസ് ഉണ്ടാക്കിയതുകൊണ്ടാണ്. മനസ്സിലായോ? നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ കേരളത്തിലെ 14 ജില്ലയിലെ കളക്ടർമാരുടെ പേര് എനിക്കറിയത്തില്ല. എനിക്ക് നമ്മുടെ താലൂക്ക് ഓഫീസറോ അല്ലെങ്കിൽ തഹസിൽദാരുടെ പേരോ ചിലപ്പോൾ എനിക്ക് അറിയണമെന്നില്ല. ഇവരൊക്കെ വലിയ ഉദ്യോഗസ്ഥരാണ്. പക്ഷേ എത്ര പേര് നമുക്കറിയാം? പക്ഷേ നമ്മളൊന്ന് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ മുകേഷ് അംബാനി, അംബാനി, ടാറ്റ, രത്തൻ ടാറ്റ, ജോസഫ് ചിറ്റിലപ്പള്ളി, രവി പിള്ള, യൂസഫ് അലി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അറിയാവുന്ന ഒരുപാട് ബിസിനസ്സുകാരുണ്ട്. കാര്യം അവരൊക്കെ ഈ സമൂഹത്തിൽ നമ്മളെ കണ്ടു നിൽക്കുമ്പോൾ നമുക്ക് ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തവരാണ്. അവർ കൊണ്ടുവരുന്ന ആ ഒരു പ്രോഡക്റ്റ്, അവർ കൊണ്ടുവരുന്ന സർവീസ് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തവരാണ്. അപ്പോൾ അങ്ങനെ സമൂഹത്തിലൊരു ഡിഫറൻസ് ഫീൽ ചെയ്യിപ്പിക്കാൻ ബിസിനസ്സുകാരെ കൊണ്ടേ പറ്റത്തുള്ളൂ. പിന്നീട് ഓപ്പർച്യൂണിറ്റി ടു റീച്ച് ഓൺ ഫുൾ പൊട്ടൻഷ്യൽ. ഇതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ മറ്റൊരു സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്താൽ നിങ്ങൾക്ക് ശമ്പളം കിട്ടും. അയാൾക്കാണ്, ആ മുതലാളിക്കാണ് ലാഭം മുഴുവനും. എന്നാൽ ആ കഴിവ് മുഴുവനും നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഉപയോഗിച്ചാൽ അത് നേട്ടം മുഴുവനും നിങ്ങൾക്കായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഓൺ ഫുൾ പൊട്ടൻഷ്യൽ. നിങ്ങളുടെ കഴിവ് മുഴുവനും നിങ്ങളുടെ ബിസിനസ്സിൽ ഉപയോഗിക്കുക. എങ്കിൽ ആ ബിസിനസ്സിൻ്റെ ലാഭം മുഴുവൻ നിങ്ങൾക്ക് കിട്ടും. അതൊക്കെയാണ് ബിസിനസ് തുടങ്ങിയുള്ള ഗുണങ്ങൾ. ദെൻ ഓപ്പർച്യൂണിറ്റി ടു റീപ്പ് ഇംപ്രസീവ് പ്രോഫിറ്റ്. ഒരു ഉദ്യോഗസ്ഥൻ എത്ര ശ്രമിച്ചാലും 1 കോടി, 2 കോടി, 3 കോടി അങ്ങനെ ഒരു ലിമിറ്റുണ്ട്. 1 കോടിക്കപ്പുറം മീൻസ് കുറച്ച് കോടികൾ കീപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും, കുറച്ച് ഏൺ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഒരു ബിസിനസ്സുകാരൻ, ഇപ്പോൾ യൂസഫ് അലി അല്ലെങ്കിൽ ധീരുഭായ് അംബാനി അല്ലെങ്കിൽ ലക്ഷ്മി മിത്തൽ അല്ലെങ്കിൽ ജോസഫ് ചിറ്റിലപ്പള്ളി എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ജോയ് ആലുക്കാസ് അങ്ങനെയൊക്കെ പറയുന്ന പോലെ ബിസിനസ്സുകാർ നേടിയെടുക്കുന്ന അത്രയും കോടിക്കണക്കിന് രൂപയൊന്നും എംപ്ലോയീസിനെ കൊണ്ട് പറ്റത്തില്ല. സോ ഇംപ്രസീവ് പ്രോഫിറ്റ് നിങ്ങൾക്ക് എത്ര കോടി രൂപ വേണമെങ്കിലും ബിസിനസ് ചെയ്തുകൊണ്ട് നേടാം. അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് ഇങ്ങനെ മനസ്സിൽ കാണുക, ഒരു ബിസിനസ്സുകാരനാവുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ, അല്ലെങ്കിൽ ഒരു ബിസിനസ്സാണ് ഞാൻ എൻ്റെ കരിയറായിട്ട് സെലക്ട് ചെയ്യുന്നതെങ്കിൽ എന്തൊക്കെയാണ് എൻ്റെ പ്രയോജനങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഞാൻ നാടിന് ചെയ്യാൻ പോണത്. എനിക്ക് മറ്റുള്ളവർക്ക് ജോലി കൊടുക്കാം, ഞാനൊരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ആയിരിക്കും, എൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് തന്നെ തീരുമാനിക്കാം, സമൂഹത്തിലൊരു ഡിഫറൻസ്, ഒരു വ്യത്യസ്തത എന്തെങ്കിലും കൊണ്ടുവരാൻ എനിക്ക് പറ്റും, എൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എനിക്ക് പ്രയോജനം ചെയ്യുന്ന പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും, കൂടാതെ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാൻ പറ്റും, സൊസൈറ്റിയിലേക്ക് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം. നമുക്ക് ഈ ചാരിറ്റി പ്രവർത്തനം ചെയ്യാൻ പറ്റും, ഒരുപാട് സ്പോൺസർഷിപ്പ് പറ്റും, അമ്പലങ്ങളിലേക്കും ആരാധനകളിലേക്കും ഒരുപാട് പൈസ കൊടുക്കാൻ പറ്റും, ചാരിറ്റി, ഓർഫനേജ്, ഓൾഡേജ് ഹോംസ് എല്ലാവരെയും സഹായിക്കാം. ഇതെല്ലാം ബിസിനസ്സുകാരാണ്. സ്പോർട്സ് ഇവൻറ്റ്സ് സ്പോൺസർ ചെയ്യാൻ പറ്റും. ഇതെല്ലാം ബിസിനസ്സുകാരാണെങ്കിലേ പറ്റൂ. കാര്യം കൈ പൈസ വേണ്ടേ. ലാസ്റ്റ് ഈസ് ക്യാപിറ്റൽ ഫോർമേഷൻ. ക്യാപിറ്റൽ ഫോർമേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് വീട്ടുകാർക്ക് എല്ലാവർക്കും ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ട്. ഇത് ബാങ്കാണേ. എനിക്കിവിടെ ഒരു 10 ലക്ഷം രൂപയുടെ 1 ലക്ഷം രൂപയുടെ ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ട്. ഞാൻ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പോൾ അവർ പറയും എനിക്ക് 7% പലിശ തരാം. നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അവർ എനിക്ക് പലിശ തരും. എനിക്ക് പലിശ തരാനുള്ള പൈസ ബാങ്കിന് എവിടെ നിന്നാണ് കിട്ടുന്നത്? എൻ്റെ 1 ലക്ഷത്തിൽ നിന്ന് എടുത്തല്ലല്ലോ അവരെനിക്ക് പലിശ തരുന്നത്. കാര്യം നാളെ കാലത്ത് ഞാൻ ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ 1 ലക്ഷം രൂപ മൊത്തത്തിൽ എനിക്ക് തരണം. അപ്പോൾ ഈ 7% പലിശ എന്ന് പറയുമ്പോൾ അഡീഷണലാണ്. ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ. നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി പൈസ ഇടുന്നു, മാസാമാസമോ വർഷാവർഷമോ അവർ നമുക്ക് പലിശ തരുന്നു. അതൊരു അഡീഷണൽ ബെനിഫിറ്റാണ്. ഈ പലിശ തരാനുള്ള ക്യാഷ് ബാങ്കിന് എവിടെ നിന്നാണ്? അവർ ഈ ഡെപ്പോസിറ്റ് എടുത്ത് ലോൺ കൊടുക്കും. കൂടുതലായിട്ടും ലോൺ എടുക്കുന്നത് ബിസിനസ്സുകാരാണ്. ചുരുക്കി പറഞ്ഞാൽ എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാരുടെ സേവിങ്സ് നമ്മൾ ബാങ്കിലിടും. ബാങ്ക് അത് ബിസിനസ്സുകാർക്ക് ലോൺ കൊടുത്ത് ബിസിനസ് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന എക്സ്ട്രാ സേവിങ് ആണ് ബിസിനസ്സുകാരൻ അവൻ്റെ ക്യാപിറ്റലാക്കി മാറ്റുന്നത് ത്രൂ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എങ്ങനെയാണ്? നമ്മുടെ കയ്യിലിരിക്കുന്ന എക്സ്ട്രാ സേവിങ് നമ്മൾ ബാങ്കിലിടുന്നു.
ബാങ്കിൽ നിന്നും ബിസിനസ്സുകാർ ലോൺ എടുത്ത് ബിസിനസ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സേവിങ്സ് ആണ് ബിസിനസ്സിൻ്റെ ക്യാപിറ്റലായിട്ട് മാറുന്നത്. അതിനെയാണ് ഈ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് സംഭവം. നെക്സ്റ്റ് ടോപ്പിക്ക്, ഇതൊരു എസ്സേ ആണേ. നമ്മുടെ രാജ്യത്ത് ഓൺട്രപ്രണേറിയൽ ഗ്രോത്തിന് എന്തൊക്കെയാണ് തടസ്സങ്ങൾ? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓൺട്രപ്രണേറിയൽ ഗ്രോത്ത്. ഒരു ബിസിനസ്സുകാരൻ്റെ വളർച്ചയ്ക്ക് തടസ്സമാകുന്ന അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ്റെ വളർച്ചയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് തടസ്സങ്ങളായിട്ട് നിൽക്കുന്നത്? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓൺട്രപ്രണേറിയൽ ഗ്രോത്ത്? ഇതൊരു എസ്സേ ആയിരിക്കും. ഇതൊരു നല്ലൊരു എസ്സേ ടോപ്പിക്കാണ്. ഫസ്റ്റ് മൊഡ്യൂൾ തന്നെ വേണമെങ്കിൽ എസ്സേ വരാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓൺട്രപ്രണേറിയൽ ഗ്രോത്ത്. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ഇന്ത്യയിലൊരു ബിസിനസ് ചെയ്യുന്നു, നമ്മുടെ കേരളത്തിൽ ബിസിനസ് ചെയ്യുന്നു. എന്തൊക്കെയാണ് നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോഴുള്ള തടസ്സങ്ങൾ? എന്താണോ എല്ലാവരും അങ്ങ് ബിസിനസ്സുകാരാവാത്തത്? ഇത്രയും എന്തെല്ലാം നേട്ടങ്ങൾ പറഞ്ഞു. ഒരു ബിസിനസ്സുകാരനായാൽ എന്തെല്ലാം നേട്ടങ്ങളുണ്ട്. എന്നിട്ടും നമ്മുടെ രാജ്യത്തുള്ള എല്ലാവരും ഒന്നും ബിസിനസ് ചെയ്യുന്നില്ല. കുറേ പേർക്ക് മടിയാണ്, കുറേ പേർക്ക് പേടിയാണ്. എന്താണ് ആ പേടിയുടെ കാരണം? ഒരു ബിസിനസ്സിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഓൺട്രപ്രണർഷിപ്പിന് അല്ലെങ്കിൽ ഓൺട്രപ്രണേഴ്സിൻ്റെ ഗ്രോത്തിന്, ഓൺട്രപ്രണേറിയൽ ഗ്രോത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മെയിനായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ പറയാം. എക്കണോമിക് ഫാക്ടേഴ്സും ഉണ്ട്. അതായത് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നൊരു കരിയർ ഏറ്റെടുക്കാനുള്ള തടസ്സമാണ്. എന്തുകൊണ്ട് എല്ലാവരും ബിസിനസ്സുകാരാവുന്നില്ല? അതിന് അതിൻ്റേതായ കാരണങ്ങളുണ്ട്. കുറേ എക്കണോമിക് ഫാക്ടേഴ്സും ഉണ്ട്, നോൺ എക്കണോമിക് ഫാക്ടേഴ്സും ഉണ്ട്. അപ്പോൾ ബുക്കിൽ അങ്ങനെ മെയിനായിട്ട് 2 ക്ലാസിഫിക്കേഷൻ. ഇത് എസ്സേ ആയിരിക്കുമേ. ഓൺട്രപ്രണേറിയൽ ഗ്രോത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എക്കണോമിക് ഫാക്ടേഴ്സും ഉണ്ട്, നോൺ എക്കണോമിക് ഫാക്ടേഴ്സും ഉണ്ട്. എക്കണോമിക് ഫാക്ടേഴ്സ് ഉദ്ദേശിക്കുന്നത് സാമ്പത്തികപരമായിട്ടുള്ള കാരണങ്ങൾ. നോൺ എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് വിളിക്കുന്നത് സാമ്പത്തികമല്ല, മറ്റെന്തൊക്കെയോ കാരണങ്ങളാണ്. നമുക്ക് ആദ്യം എന്തൊക്കെയാണ് ആ എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് നോക്കാം. 1, കൈ പൈസയില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് ബിസിനസ് നടത്താൻ എൻ്റെ പൈസ ഇല്ല. അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. എൻ്റെ കയ്യിൽ പണമില്ല. സിമ്പിൾ, നോൺ അവൈലബിലിറ്റി ഓഫ് ക്യാപിറ്റൽ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഈ മണി, മെറ്റീരിയൽ, മെഷീനറി ഒക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ വേണ്ടേ? കയ്യിൽ പൈസ ഇല്ല എന്നത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഒന്നാമത്തത് എക്കണോമിക് ഫാക്ടറാണ്. എക്കണോമിക് ഫാക്ടറിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം സിമ്പിൾ, നിങ്ങൾക്ക് തന്നെ പറയാവുന്നേ ഉള്ളൂ, കയ്യിൽ പണമില്ല. ഞാൻ എന്താ ബിസിനസ് ചെയ്യാമെന്ന് വെച്ചാൽ എൻ്റെ പൈസ ഇല്ല. നിങ്ങളെന്താ ബിസിനസ് ചെയ്യാത്തത്? ബിസിനസ് ചെയ്യാനാണെങ്കിൽ 10 ലക്ഷം രൂപ വേണം, എൻ്റെ 10 ലക്ഷം രൂപയില്ല. 1 കോടി വേണം, എൻ്റെ 1 കോടി ഇല്ല. നമ്മളൊക്കെ അന്നെന്നുള്ളത് കൊണ്ട് ജീവിക്കുന്നവരായിരിക്കാം. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് കയ്യിൽ പൈസ ഇല്ല. 2, ബേസിക് ഫെസിലിറ്റീസായ ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഇറിഗേഷൻ, പവർ ഫെസിലിറ്റി, ടെക്നോളജി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുടെയും അഭാവം. കയ്യിൽ പൈസ വേണമെങ്കിൽ ഒപ്പിക്കാം, പക്ഷേ എൻ്റെ നാട്ടിലോ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന സ്ഥലത്തൊരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഇല്ല, കമ്മ്യൂണിക്കേഷൻ ഇല്ല, വെള്ളമില്ല, വെട്ടമില്ല, വെളിച്ചമില്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു ഏരിയയിലാണ് ഞാൻ താമസിക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ പൈസ ഒപ്പിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ലെസ് ഡെവലപ്ഡ് കൺട്രീസ് ഇല്ലേ, ആഫ്രിക്കൻ നേഷൻ, അവിടെയൊന്നും ബിസിനസ് വളരാത്തതിൻ്റെ പ്രധാന കാര്യം ഇതാണ്. അവർക്ക് ബേസിക് ഫെസിലിറ്റീസ് തന്നെ ഇല്ല. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയും കമ്മ്യൂണിക്കേഷനും ഇറിഗേഷനും പവറും ടെക്നോളജിയൊക്കെ ഉണ്ടെങ്കിലല്ലേ ബിസിനസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഇല്ല എന്നതും നമ്മുടെ ഓൺട്രപ്രണേറിയൽ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. എംപ്ലോയീസിനെ കിട്ടാനില്ല, എംപ്ലോയീസിനെ ചീപ്പായിട്ട് കിട്ടുന്നില്ല. എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ സ്കിൽഡ് ലേബർ വേണം. നല്ല കഴിവും ട്രെയിനിങ്ങും ഒക്കെ കിട്ടിയ നല്ല സ്കിൽഡ് ലേബേഴ്സിനെ കിട്ടാനില്ല. അപ്പോൾ അങ്ങനെ ചില രാജ്യങ്ങളെ സംബന്ധിച്ച് ഇതായി നോക്കണേ, നമ്മുടെ ഇന്ത്യയുടെ ഒരു അവസ്ഥയാണ്. നമുക്ക് ലേബർ ഭയങ്കര ചീപ്പാണ്, പക്ഷേ എത്രത്തോളം പേര് ട്രെയിൻഡ് ആണ്? നമുക്ക് സ്കിൽഡ് ലേബറും അൺസ്കിൽഡ് ലേബറും ഉണ്ട്. അൺസ്കിൽഡ് ലേബേഴ്സിന് നമുക്ക് ഒരുപാട് കിട്ടും, പക്ഷേ സ്കിൽഡ് ലേബേഴ്സിനെ കിട്ടാനാണ് പാട്. അപ്പോൾ സ്കിൽഡ് ലേബേഴ്സിൻ്റെ അവൈലബിലിറ്റി ഒരു പ്രശ്നമാണെങ്കിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടാണ്. റോ മെറ്റീരിയൽസ് കിട്ടാനില്ല, റോ മെറ്റീരിയൽസിൻ്റെ അഭാവം. നമ്മൾ ഉദ്ദേശിക്കുന്ന ബിസിനസ് തുടങ്ങിപ്പോയി, പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ കാണാം അതിനാവശ്യമായ റോ മെറ്റീരിയൽസ് കിട്ടുന്നില്ല. അങ്ങനൊരു വലിയൊരു പ്രശ്നമാണ്. ഇതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ബ്രിക്സ് എന്ന് കേട്ടില്ലേ, ഇഷ്ടിക. ഈ ബ്രിക്സിൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ വയലിൽ നിന്നൊക്കെ എടുക്കുന്ന മണ്ണാണ്, ചെളി എന്ന് പറയും. ഓക്കെ, ഈ ഒരു സംഭവം നമ്മുടെ ഗവൺമെൻറ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അതിനുവേണ്ടി അങ്ങനെ ഒരു റോ മെറ്റീരിയൽ എടുക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോഴേക്കും ഈ ബ്രിക്സ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ വളരെയായിട്ട് ബാധിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നൊരു കാര്യം. അപ്പോൾ ഈ ഇഷ്ടികയുടെ നിർമ്മാണം ഭയങ്കര ബുദ്ധിമുട്ടാണ് റോ മെറ്റീരിയൽ കിട്ടാനായിട്ട്. നമുക്ക് ഈ കണ്ട വയലുകളെല്ലാം കൂടെ കയറി അങ്ങ് JCB ഉപയോഗിച്ച് അങ്ങനെ റോ മെറ്റീരിയൽ എടുക്കാനൊന്നും പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അതിനൊക്കെ ഭയങ്കര പെർമിഷൻ വേണം. അതുപോലെ തന്നെ ഇപ്പം കായലിൽ നിന്ന് ഇപ്പോൾ മണൽ വാരുക, ഞാൻ പ്രകൃതിക്കെതിരെ ഇതാണ് പറയുന്നത്. അത്തരത്തിലുള്ള മണൽ എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലാസ്സൊക്കെ നിർമ്മിക്കാൻ ആവശ്യമായ റോ മെറ്റീരിയലാണ്. അപ്പോൾ മണൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ പ്രൊഡക്ഷൻ നിർത്തി വെക്കേണ്ടി വരും.
അപ്പം പല പ്രോഡക്റ്റുകളുടെയും റോ മെറ്റീരിയൽ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ദെൻ ഇന്നാഡിക്വേറ്റ് മാർക്കറ്റ്. എല്ലാം റെഡിയാക്കി വെച്ചപ്പോഴാണ് മാർക്കറ്റ് ശരിയല്ല, മാർക്കറ്റിൽ സാധനം വിൽക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ ഫേവറബിൾ അല്ല. ഇത്തരം കാര്യങ്ങളാണ് ഓൺട്രപ്രണറിയൽ ഗ്രോത്തിനെ ബാധിക്കുന്ന എക്കണോമിക് ഫാക്ടേഴ്സ്. ഇതിനെല്ലാം ഒരു അല്പം സാമ്പത്തികമായിട്ടുള്ള ഒരു ടച്ചുണ്ട്. നോൺ അവൈലബിലിറ്റി ഓഫ് ക്യാപിറ്റൽ, ലാക്ക് ഓഫ് ആഡിക്വേറ്റ് ബേസിക് ഫെസിലിറ്റീസ്, നോൺ അവൈലബിലിറ്റി ഓഫ് സ്കിൽഡ് ലേബർ, നോൺ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ, ഇന്നാഡിക്വേറ്റ് മാർക്കറ്റ്. ഇത്രയുമാണ് എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി സാമ്പത്തികമായിട്ട് ബന്ധമില്ല, നോൺ എക്കണോമിക് ഫാക്ടേഴ്സാണ്, സാമ്പത്തികപരമല്ല. അപ്പോൾ നോൺ എക്കണോമിക് ഫാക്ടേഴ്സിൽ ആദ്യത്തെ മെയിൻ ഹെഡ് സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്. സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമൂഹികവും സാംസ്കാരികവുമായ, മലയാളത്തിൽ അങ്ങനെ പറയാം, സാമൂഹികവും സാംസ്കാരികവുമായ ചില ഫാക്ടേഴ്സ്. സിമ്പിൾ എക്സാമ്പിൾ പറയാം, നമ്മുടെ സോഷ്യൽ ആറ്റിറ്റ്യൂഡ്. അതായത് ചില ബിസിനസ്സുകൾ ചില ഏരിയയിൽ സമ്മതിക്കത്തില്ല. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു അമ്പലം, ടെമ്പിൾ, ഒരു അമ്പലത്തിൻ്റെ കോമ്പൗണ്ട് കഴിഞ്ഞാൽ, നിയമപരമായിട്ട് ആ കോമ്പൗണ്ട് കഴിഞ്ഞാൽ അടുത്ത കോമ്പൗണ്ട് വേറൊരാളുടെയാണ്, അയാൾക്ക് അവിടെ ലീഗലി എന്തും ചെയ്യാം. എന്നിരുന്നാലും ഒരു അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിനോട് ചേർന്ന് കൊണ്ടുവന്നൊരു നോൺ വെജിറ്റേറിയൻ ഹോട്ടൽ തുടങ്ങുന്നത് ശരിയാണോ? അപ്പോൾ അതൊരു സോഷ്യൽ ആറ്റിറ്റ്യൂഡ്, സൊസൈറ്റിക്ക് അത് എതിരായിട്ട് നിൽക്കും അല്ലേ? ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നമ്മുടെ ഒരു അമ്പലം അല്ലെങ്കിൽ ഒരു പള്ളി പോലെയുള്ള ഒരു ആരാധനാലയത്തിൽ തൊട്ടടുത്ത്, അതായത് ഒരു 50 മീറ്ററോ അല്ലെങ്കിൽ ഒരു ലൈക്ക് ഒരു 1/2 കിലോമീറ്റർ ചുറ്റളവിൽ ആ ഒരു ആരാധനാലയത്തിന് നിരക്കാത്ത അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിന് എതിരായിട്ട് എന്തെങ്കിലും ചെയ്യുന്നത് ശരിയല്ല. അവിടെ സൊസൈറ്റിക്ക് എതിരായിട്ട് നിൽക്കുന്ന നടക്കുക, അത് എത്തിക്സിനെതിരാണ്. അപ്പോൾ ഈ സോഷ്യൽ ആറ്റിറ്റ്യൂഡ് നോക്കണം. ഓക്കെ. ദെൻ കൾച്ചറൽ ഫാക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓരോ രാജ്യത്തും ഓരോ സംസ്ഥാനത്തിനും ഓരോ കൾച്ചറാണ്. അപ്പോൾ ആ കൾച്ചറിനനുസരിച്ച ബിസിനസ്സേ അവിടെ ചെയ്യാവൂ. ലാക്ക് ഓഫ് ലെജിറ്റിമസി ഓഫ് ഓൺട്രപ്രണർഷിപ്പ്. അവിടെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള നോംസ് ആൻഡ് വാല്യൂസ്, നമ്മുടെ ഒരു സോഷ്യൽ കൾച്ചറൽ സെറ്റിങ്സ് ഉണ്ട്. ഓൺട്രപ്രണർഷിപ്പ് നടത്തുമ്പോഴത്തേക്ക് ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു കൾച്ചറൽ, അതായത് ഓൺട്രപ്രണർഷിപ്പ് നമ്മുടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യല്ലേടോ, ആ ബിസിനസ് ആ ഒരു ചുറ്റുവട്ടത്തുള്ള അതിന് ചുറ്റും നിൽക്കുന്ന സോഷ്യൽ കൾച്ചറൽ എൻവയോൺമെൻറ്റിനോ അനുസരിച്ച് മാത്രമേ നടത്താൻ പറ്റൂ. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ അതൊരു നിയമപരമായിട്ടൊന്നും പറയുന്നില്ല, എന്നിരുന്നാൽ പോലും നമ്മൾ അതിന് ബാധകമായിട്ട് തന്നെ നിൽക്കണം. ഓക്കെ. നെക്സ്റ്റ്, ലാക്ക് ഓഫ് സോഷ്യൽ മൊബിലിറ്റി. അതെന്താണെന്ന് പറഞ്ഞാൽ ചില ആളുകൾ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴും അങ്ങ് പഴഞ്ചൻ രീതിയിൽ, സോഷ്യൽ ആൻഡ് ജോഗ്രഫിക്കൽ മൊബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞുതരാം. ജോഗ്രഫിക്കൽ മൊബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി ബിസിനസ് ചെയ്യാനുള്ള മടിയാണ്. സോഷ്യൽ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ചിന്താഗതി മാറ്റാൻ വലിയ പാടാണ്. ചിലർക്ക് പുതുമ ഇപ്പോഴും ഇഷ്ടമല്ല. ചില ആളുകളെ സംബന്ധിച്ച് എത്രയൊക്കെ ഡെവലപ്മെൻറ്റ് വന്നെന്ന് പറഞ്ഞാലും അവരിപ്പോഴും ട്രഡീഷണൽ മെത്തേഡിൽ തന്നെ നിൽക്കും. അങ്ങനെയാണെങ്കിൽ ആ ബിസിനസ് മുന്നോട്ട് പോകത്തില്ല. ചില ആളുകളെ സംബന്ധിച്ച് ചില സ്ഥലത്തു നിന്ന് വിട്ടുപോകാൻ ആഗ്രഹം കാണത്തില്ല, അവരവിടെ തന്നെ ബിസിനസ് ചെയ്യും. അതെല്ലാം തന്നെയും ബിസിനസ്സിനെ ബാധിക്കും. അപ്പോൾ ഇതൊക്കെ സോഷ്യോ കൾച്ചറൽ ഫാക്ടറാണ്. ചില ആൾക്കാരുടെ സംസ്കാരം അങ്ങനെയാണ്, ഞാൻ ഈ സ്ഥലത്തെ ജോലി ചെയ്യും, അത് എൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, എനിക്ക് ഇവിടുന്ന് മാറി താമസിക്കാൻ വയ്യ. ചില പറയും എൻ്റെ ചിന്താഗതി ഞാൻ മാറ്റത്തില്ല. അങ്ങനെയൊക്കെ വരുന്നതിനാണ് ഈ ലാക്ക് ഓഫ് സോഷ്യൽ മൊബിലിറ്റി ഉണ്ടെന്ന് പറയുന്നത്. ലാക്ക് ഓഫ് സെക്യൂരിറ്റി. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിസിനസ് ചെയ്താൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിലോ, നഷ്ടം വന്നാലോ, കൃത്യമായിട്ട് ലാഭം കിട്ടുമോ, ഇങ്ങനെയൊക്കെയുള്ള പേടി വരും. അതൊരു പ്രശ്നമാണ്. അതാണ് ലാക്ക് ഓഫ് സെക്യൂരിറ്റി. ദെൻ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ വാല്യൂസിനൊക്കെ അനുസരിച്ച് മാത്രമേ ബിസിനസ് ചെയ്യാൻ പറ്റൂ. ചില ഏരിയയിൽ ചില പ്രോഡക്റ്റുകൾ വിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ കൊണ്ടുപോയി ബിസിനസ് നടത്തിയാൽ പൊട്ടിപ്പോകത്തതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നോൺ എക്കണോമിക് ഫാക്ടറിലെ ആദ്യത്തെ ഫാക്ടറാണ് സോഷ്യോ കൾച്ചറൽ ഫാക്ടർ. അതിനകത്ത് വരുന്നതാണ് സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡ്, കൾച്ചറൽ ഫാക്ടർ, ലാക്ക് ഓഫ് ലെജിറ്റിമസി ഓഫ് ഓൺട്രപ്രണർഷിപ്പ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിലായടോ? ലാക്ക് ഓഫ് ലെജിറ്റിമസി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓൺട്രപ്രണർഷിപ്പ് അല്ലെങ്കിൽ ബിസിനസ് എവിടെയെങ്കിലും തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന് ചുറ്റുമുള്ള നോംസ് ആൻഡ് വാല്യൂസ് പാലിക്കണം. അത് പക്ഷേ നിയമപരമായിട്ട് അവിടെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അങ്ങനൊന്നും പറയുന്നില്ല. വാട്ട് ഈസ് ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് പറയുന്നില്ല. സൊസൈറ്റിക്ക് ഇഷ്ടമല്ലാത്തത്, അപ്പോൾ അവരുടെ ഒരു ലാക്കിംഗ് ഉണ്ട്. എന്തൊക്കെ എവിടെയൊക്കെ ചെയ്യാം എന്നങ്ങനെ കൃത്യമായിട്ട് എഴുതി വെക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ ഒരു അമ്പലത്തിനോട് ചേർന്നൊരു നോൺ വെജിറ്റേറിയൻ ഹോട്ടൽ തുടങ്ങാൻ പാടില്ല എന്ന് നിയമപരമായിട്ട് എഴുതി വെക്കാൻ പറ്റത്തില്ല. അത് അയാളുടെ സ്ഥാപനമാണ്, അയാളുടെ വസ്തുവാണ്, അയാൾക്ക് എന്തും ചെയ്യാം. പക്ഷേ നിങ്ങൾക്കറിയാം, ഒരു അമ്പലത്തിനോട് ചേർന്ന് അങ്ങനൊരു നോൺ വെജിറ്റേറിയൻ ഹോട്ടൽ കൊണ്ടുവരികയാണെങ്കിൽ അത് സൊസൈറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പം നിയമത്തിൽ അങ്ങനൊന്നും ഇല്ല. അപ്പോൾ ആകെപ്പാടൊരു തർക്കമാണ്, എന്താണാവോ ഹോട്ടൽ തുടങ്ങിയ പ്രശ്നം. അപ്പോൾ ഒരു വഴക്കായി. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നവും നിലനിൽക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡ് അങ്ങ് വിട്ടുകൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അടുത്തത് നോൺ എക്കണോമിക്കിൽ വരുന്നതാണ് സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യോളജിക്കൽ ഫാക്ടർ. ഇവിടെ മാനസികമായിട്ടുള്ള നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നമാണ്. ഒന്ന്
ലാക്ക് ഓഫ് ഹൈ ആസ്പിറേഷൻ, എനിക്ക് കോടികൾ വേണ്ട. ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തില്ലേ കുറേ പേര്, അപ്പോൾ നിങ്ങൾ തിരിച്ച് പറയുവാണ് എനിക്ക് കോടികൾ വേണ്ടടേ, ഞാൻ ഈ പറയുന്ന പഴങ്കഞ്ഞി കുടിച്ച് കിടന്നോളാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. ലാക്ക് ഓഫ് ഹൈ ആസ്പിറേഷൻ, ഉയരങ്ങളിലേക്ക് പോകണം, എല്ലാം നേടിയെടുക്കണം എന്ന ഒരു ചിന്താഗതിയൊന്നുമില്ല. നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നമാണത് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങനെ മോട്ടിവേറ്റഡ് ആവുന്നില്ല. എനിക്ക് മുകേഷ് അംബാനി ആവണ്ട, എനിക്ക് ലക്ഷക്കണക്കിന് രൂപ വേണ്ട. അപ്പോൾ അത്ര എൻ്റെ ആഗ്രഹം, എനിക്കിങ്ങനെ ജീവിക്കണം, എനിക്ക് ഇങ്ങനെയൊക്കെ പോകണം, എനിക്ക് ഇച്ചിരി ആഹാരം കഴിക്കണം, ഇടയ്ക്കിടയ്ക്ക് സിനിമ കാണാം, എൻ്റെ ആഗ്രഹം അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് വലിയ ആഗ്രഹമൊന്നും മനസ്സിൽ സൂക്ഷിച്ചിട്ടില്ലാത്ത. അവരെ സംബന്ധിച്ച് ബിസിനസ് ചെയ്ത് കോടികളൊന്നും അവരുണ്ടാക്കാൻ പോകുന്നില്ല. പേടി, റിസ്ക് എടുക്കാനുള്ള പേടി. അപ്പോൾ ഈ പോയിൻ്റ് മുഴുവൻ നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നമാണ്. ഒന്നെന്ന് പറയുന്നത് എനിക്കൊന്നും നേടണ്ട, 2 ഭയങ്കര പേടി. പ്രോഫിറ്റൊക്കെ കിട്ടും, അതൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷേ നഷ്ടം വന്നാലോ എന്ന പേടി 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 പേടി, ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല. 3 പോസിറ്റീവ് അപ്രോച്ച് അല്ലാത്തവർ, എല്ലാത്തിനെയും നെഗറ്റീവായിട്ടേ കാണത്തുള്ളൂ. ചെയ്യില്ല, ശരിയാവില്ല, പോവില്ല, വരില്ല, കിട്ടില്ല, മിണ്ടില്ല, തിന്നില്ല, ഇല്ല ഇല്ല ഇല്ല. ഒരു ഒപ്റ്റിമിസ്റ്റിക് മൈൻഡ് ആയിരിക്കത്തില്ല. എല്ലാത്തിനോടും ഒരു നെഗറ്റീവ് അപ്രോച്ച് വന്നാൽ ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊരു പോസിറ്റീവ് അപ്രോച്ച് വേണം. ശരിയാവും, എല്ലാം നടക്കും, എല്ലാം കിട്ടും എന്ന വിചാരം ഉണ്ടെങ്കിലേ ബിസിനസ് മുന്നോട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ രാവിലെ ബിസിനസ് തുറക്കുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ കച്ചവടം നടക്കുന്നില്ല എന്ന് പറഞ്ഞ് ഷട്ടർ ഇട്ട പൂക്കളയും. അപ്പോൾ നമുക്ക് പോസിറ്റീവ് അപ്രോച്ച് ഇല്ലെങ്കിൽ കുഴപ്പം. അതാണ് ഈ സൈക്കോളജിക്കൽ ഫാക്ടർ. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങളാണ്. ഹൈ അച്ചീവ്മെൻറ്റിന് ഒരാഗ്രഹവും ഇല്ല, റിസ്ക് എടുക്കാൻ പേടി, ഒരിക്കലും ജീവിതത്തിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതുമില്ല. അങ്ങനെയാണെങ്കിൽ ബിസിനസ് മുന്നോട്ട് പോവില്ല. ഇനി മെയിനായിട്ട് മൂന്നാമത്തത്, എങ്ങനെ മെയിനായിട്ട് ഇതാ ഇവിടെ എക്കണോമിക്കൽ ബുക്കിലോട്ട് എഴുതുമ്പോൾ അങ്ങനെ എഴുതണേ. എക്കണോമിക്കൽ ഇവിടെ ഇപ്പം ഒന്ന് എക്കണോമിക് ഫാക്ടർ. എക്കണോമിക് ഫാക്ടറിന് കഴിഞ്ഞിട്ട് അതേ കണക്ക് രണ്ടാമത്തെ പോയിൻറ്റ് നോൺ എക്കണോമിക് ഫാക്ടർ. ഈ നോൺ എക്കണോമിക് ഫാക്ടറിനകത്തുള്ള 2 എണ്ണമാണ് സോഷ്യോ കൾച്ചറലും സൈക്കോളജിക്കലും. മെയിനായിട്ട് മൂന്നാമത്തെയാണ് ഗവൺമെൻറ് ആക്ഷൻ. സർക്കാർ ബിസിനസ്സിന് സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നേ കൊള്ളാം, പക്ഷേ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലാക്ക് ഓഫ് വെൽ ഫോർമുലേറ്റഡ് ഇൻഡസ്ട്രിയൽ പോളിസി. നമ്മുടെ രാജ്യത്ത് ബിസിനസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പോളിസീസിൽ എന്തെങ്കിലുമൊക്കെ കുറ്റമോ കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാകും. അപ്പോൾ വെൽ ഫോർമുലേറ്റഡ് ഇൻഡസ്ട്രിയൽ പോളിസീസ് നമ്മുടെ നാട്ടിലില്ലെങ്കിൽ, പക്ഷേ നമ്മുടെ നാട്ടിലത് ഉണ്ട്. ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. 48-ലും 51-ലും 76-ലും 91-ലും എല്ലാം ഇൻഡസ്ട്രിയൽ പോളിസി IPR എന്ന് പറഞ്ഞ് പഠിക്കാനുണ്ട്. അത് ഞാൻ പഠിപ്പിക്കും. നമ്മൾ ഉണ്ടെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ അതായത് ആബ്സെൻസ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി എന്നല്ല, ആബ്സെൻസ് ഓഫ് വെൽ ഫോർമുലേറ്റഡ് ഇൻഡസ്ട്രിയൽ പോളിസി ഇല്ലെങ്കിൽ അത് ബിസിനസ്സുകാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ലാക്ക് ഓഫ് പ്രൊവൈഡിങ് ബേസിക് ഫെസിലിറ്റീസ്. ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് യാതൊരു സഹായവും, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയോ മറ്റു കാര്യങ്ങളോ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ലോക്കൽ ഏരിയയിൽ ബിസിനസ് നടത്താൻ താല്പര്യം കാണിക്കുന്നു. ലോക്കൽ ഏരിയയാണേ, അങ്ങോട്ടേക്ക് എത്താനായിട്ട് വഴിയൊന്നുമില്ല. ഇപ്പോൾ സർക്കാരൊക്കെ ചേർന്നിട്ട് നല്ലൊരു വഴിയൊക്കെ എനിക്കൊന്ന് വെട്ടി കുറച്ച് ഇലക്ട്രിസിറ്റി സപ്ലൈ ഒക്കെ അറേഞ്ച് ചെയ്ത് തരാമെന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള ബേസിക് ഫെസിലിറ്റിയൊക്കെ തരാമെന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ ഞാൻ 1-2 ബിസിനസ്സൊക്കെ നടത്താം. ഈ പറയുന്ന ബേസിക് ഫെസിലിറ്റീസും ഞാൻ തന്നെ അറേഞ്ച് ചെയ്യണമെന്നാണെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ദെൻ ലാക്ക് ഓഫ് സപ്പോർട്ടീവ് സ്റ്റെപ്പ്. സാറിന് ബിസിനസ് നടത്താനായിട്ട് ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ അത് ബിസിനസ്സിന് ബുദ്ധിമുട്ടാകും. അതാണ് ഈ ഗവൺമെൻറ് ആക്ഷൻ. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ രാജ്യത്ത് ഓൺട്രപ്രണേറിയൽ ഗ്രോത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്തൊക്കെയാണ്? ഇങ്ങനെ ചാർട്ട് എഴുതുക. എക്കണോമിക് ഫാക്ടർ, നോൺ എക്കണോമിക് ഫാക്ടർ, ഗവൺമെൻറ് ആക്ഷൻ. ഇതാണ് 3 ക്ലാസിഫിക്കേഷൻ. എക്കണോമിക് ഫാക്ടറിൽ ലാക്ക് ഓഫ് ക്യാപിറ്റൽ, ലാക്ക് ഓഫ് ബേസിക് ഫെസിലിറ്റി, ലാക്ക് ഓഫ് സ്കിൽഡ് ലേബർ, ലാക്ക് ഓഫ് മാർക്കറ്റ്, ലാക്ക് ഓഫ് റോ മെറ്റീരിയൽ, അങ്ങനെ പോകും. നോൺ എക്കണോമിക് തന്നെ വീണ്ടും 2 മെയിൻ ക്ലാസിഫിക്കേഷൻ. സോഷ്യോ കൾച്ചറിലും ഉണ്ട്, സൈക്കോളജിക്കലും ഉണ്ട്. സോഷ്യോ കൾച്ചർ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡാണ്. അതിൽ സോഷ്യൽ ആറ്റിറ്റ്യൂഡ്, ട്രഡീഷൻ, കസ്റ്റം, അതങ്ങനെ വരും. സൈക്കോളജിക്കൽ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ കുഴപ്പമോ, എനിക്ക് ഹൈ ആസ്പിറേഷൻ ഇല്ല, റിസ്ക് എടുക്കാൻ താല്പര്യമില്ല, എല്ലാത്തിനോടും നെഗറ്റീവ് അപ്രോച്ച്, അതൊക്കെയാണ് എൻ്റെ മനസ്സിൻ്റെ കുഴപ്പം കൊണ്ട്. ഗവൺമെൻറ് ആക്ഷൻ എന്ന് പറയുമ്പോൾ വെൽ ഫോർമുലേറ്റഡ് ഇൻഡസ്ട്രിയൽ പോളിസി ഇല്ല, ബേസിക് ഫെസിലിറ്റി കൊടുക്കുന്നില്ല, സപ്പോർട്ടീവ് സ്റ്റെപ്പൊന്നും കൊടുക്കുന്നില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ ഈ 3 കാരണം കൊണ്ടാണ്, എക്കണോമിക് ഫാക്ടർ, നോൺ എക്കണോമിക് ഫാക്ടർ, ഗവൺമെൻറ്റിൻ്റെ ആക്ഷൻ, ഇതൊക്കെ കൊണ്ടാണ് സാധാരണഗതിയിൽ നമ്മുടെ രാജ്യത്ത് ബിസിനസ് ഡെവലപ്പ് ആകാത്തത്. ഇത് ഇറ്റ് മേ ബി ആൻ എസ്സേ, നമുക്ക് എസ്സേ ആയിട്ട് ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. ഇതോടെ നമ്മുടെ BCom 3rd സെമസ്റ്ററിൻ്റെ ഓൺട്രപ്രണർഷിപ്പിൻ്റെ 1ാമത്തെ മൊഡ്യൂൾ തീർന്നു, ഫിനിഷ്ഡ്. ഇനി നമുക്ക് 2ാമത്തെ മൊഡ്യൂളുമായിട്ട് കാണാം.